ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. നമ്മുടെ മക്കൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മലബാർ ഏരിയയിൽ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 12 മുട്ട ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ചിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരൊറ്റ വിസിലിൽ നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ആ കുക്കറിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടാതെ വേണം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട കഴിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും. അത്രയും ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. പിന്നെ ഇതിലേക്ക് ദാ ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരൊറ്റ വിസിൽ അത്രയും മതി. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറൊക്കെ ഇവിടെ വിസിലടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് അതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം മല്ലിയിലൊന്ന് കഴുകി മാറ്റി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അത്ര എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർത്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ചെറിയ ജാറിൽ നമുക്കൊന്ന് പൾസ് മൂഡിലിട്ടൊന്ന് പൾസ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു തേങ്ങ മുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു പുളി. ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കണ്ടില്ലേ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇനി ഞാനിതാ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 അല്ലി വെളുത്തുള്ളി, ഇനി ഇതിലേക്ക് മീഡിയം 2 ചെറിയ സവോള നല്ല തിന്നാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാട്ടോ. ഉള്ളി വഴണ്ടി വരാനുള്ള ഒരല്പം ഉപ്പ്, നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എരിവ് കുറച്ച് കുറവാട്ടോ നമ്മുടെ ആ ഒരു ചമ്മന്തിക്ക്. അത് കാരണം ഞാനിതവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി. ഇനി ഇതാ ഒരു 1/4 ടീസ്പൂണിൽ മീറ്റ് മസാല. വേറെ ഒരു പൊടികളും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇതാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മസാലകളെല്ലാം എടുത്തൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ഉലിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം മുട്ടയും നമ്മൾ ഉലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് കത്തി വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂല് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഷേപ്പിലങ്ങ് കിട്ടിക്കോളും. ഇനി നമുക്കിതിൻ്റെ വൈറ്റും യോക്കും നമുക്കൊന്ന് മാറ്റിയെടുക്കാം.
യോക്ക് നമുക്കിതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കാം. നമ്മുടെ ആ ഒരു മസാലയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാം നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ട ഒന്ന് കീറിയെടുക്കുന്നത്. മുട്ട പൊട്ടാത്ത രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചങ്ങ് എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ യോക്കും വൈറ്റും മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മസാലയിൽ നമ്മുടെ ഈ ഒരു യോക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. ഉടച്ചെടുക്കണം. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ മാറ്റിയെടുത്ത ഓരോ മുട്ടയുടെ ഇരുവശത്തും 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നമുക്ക് ഈ ഒരു ചമ്മന്തി റെഡിയാക്കി വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മുട്ടയുടെ ഈ ഒരു യോക്കും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒരു മുട്ടയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കൈ വെച്ച് കുറച്ചെടുത്ത് ഒന്ന് ഫില്ല് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുക്കാം. മറുവശത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ ഈ ഒരു ചമ്മന്തി അതും കൂടെ വെച്ച് കൊടുക്കാം. ചമ്മന്തി നമുക്ക് കുറച്ച് കനത്തിലങ്ങ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുക. നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ 2 മുട്ടയും കൂടെ ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്തങ്ങ് വെക്കാം. കണ്ടില്ലേ? ഇതങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇതേപോലെ അടുത്തത് നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈവനിങ് സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പേരെന്ന് പറയാൻ തക്കാരമുട്ട. മലബാർ ഏരിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മുട്ട കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.